വർത്താനം പറയോ? നല്ലതായിട്ട് വർത്താനം പറയുമല്ലേ? സൈലന്റ് ആണോ? അങ്ങനൊന്നുമില്ല, വീട്ടിൽ വിട്ട സൈലന്റ് അല്ല. അല്ലല്ലേ? അപ്പൊ പിന്നെ ഇവിടെ വർത്താനം പറഞ്ഞോളൂ. എവിടെയാ വീട്? മൂവാറ്റുപുഴ. ആണോ? പിന്നെ എന്നാത്തിന് വർത്താനം പറയാതിരിക്കും? നമ്മൾ വർത്താനം പറയണ്ടേ? മോശല്ലേ? എനിവേ, എന്തായാലും ഇച്ചിരി താമസിച്ചു പോയി, എന്നാലും ഒരു ഹാർട്ടി കൺഗ്രാറ്റ്സ് ഒന്നുകൂടെ പറയണം. എന്നാന്നറിയോ? തുടരും, നരിവേട്ട, അങ്ങ് എന്നാ പറയാ, സക്സസിന്റെ കൊടുമുടിയിലേക്ക് നിൽക്കുക അല്ലേ? ഈശ്വര, ദൈവം തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈശ്വര, ആ ഒരു സക്സസ് ജെയ്ക്സ് എങ്ങനെ നോക്കിക്കാണും? ഞാൻ വലിയ ഓക്കെ ചേച്ചി, അതായത് അങ്ങനെ ഒരു സക്സസ് വന്നു, ഞാൻ ഇനി ഇതാണ് എന്റെ എന്നുള്ള പരിപാടി ഇല്ല. കിട്ടുന്ന വർക്കുകൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ് 100% കൊടുക്കുക. സക്സസ് ഓഫ് ഫെയിലിയർ അത് അങ്ങനെ ഐ ഡോണ്ട് വാണ്ട് ടു. എന്നോട് അത് ശ്രീനിയങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞ സക്സസ് ആണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ചെറിയൊരു ലത്താർജിക്കായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെയ്യുന്ന പാറ്റേൺ മാറ്റുക, അൺനെസസറി ലോഡ് അതിൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട്. അപ്പൊ അത് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പൊ ഒരു പടം സക്സസ് ആയില്ലെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു റീസ്റ്റഡി ചെയ്ത് അല്ലെ എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സക്സസ് ആയാൽ അതിന്റെ ഒരു സന്തോഷം കുറച്ചാൾ ഉണ്ടായിട്ട് ബാക്കി ഐ ട്രൈ ടു സ്വിച്ച് ഇമ്മീഡിയറ്റ്ലി ടു ദ നെക്സ്റ്റ് പ്രോജക്ട്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു ഫിലിം ചെയ്യുമ്പോൾ അതൊരു ഡയറക്ടറിന്റെ ടേസ്റ്റ്, ഒരു കഥയുടെ ടേസ്റ്റ്, ഇതൊക്കെ ആയിട്ട് നമ്മൾ ജെയ്ക്സ് കോംപ്രമൈസ് ആയിട്ടാണോ അത് ചെയ്യുന്നത്, അതോ ജെയ്ക്സിന്റെ തന്നെ ഓൺ ക്രിയേറ്റിവിറ്റി, എന്റെ രീതി ഇതാണ് എന്നുള്ളത് ആദ്യം ഡയറക്ടറിനെ കേൾപ്പിക്കുവാന്നോ ചെയ്യുന്നത്? അത് അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പം ഇപ്പം ഡയറക്ടറിന്റെ ആ ഒരു ഇൻപുട്ട് അതിനെ ഒരു ഫിൽറ്റർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ ഒരു വിഷൻ ഉണ്ട് ഒരു സിനിമയില്, പക്ഷെ അദ്ദേഹത്തിന്റെ ഇൻപുട്ട് ആയിരിക്കും അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുക. ഞാനിപ്പോഴും സിനിമയ്ക്ക് ഒരു DNA വേണമെന്ന് പറയും. ഇപ്പം ഏത് സ്കോർ എടുത്താലും പാട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ആ DNA-യുടെ ഒരു വലിയ പങ്ക് ഡയറക്ടറിന്റെ ഇൻപുട്സും അദ്ദേഹത്തിന്റെ ടേസ്റ്റുമാണ്. അങ്ങനെയാണ് ഒരു സ്കോറിന്റെ ഐഡിയ രൂപാന്തരപ്പെടുന്നത്. സോ ഐ ബിലീവ് ആ ഡിസ്കഷൻസ്, റൈറ്ററുമായിട്ടുള്ള ഡിസ്കഷൻ, ആ ഹീറോയുടെ ഒരു ആരാണ് ഹീറോ, അദ്ദേഹത്തിന് നമ്മുടെ ഉള്ള ഒരു വിഷൻ, ഇതെല്ലാം കൊണ്ടായിരിക്കും ഞാനൊരു സ്കോറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ ഒരു വലിയ ഫ്യൂലിംഗ് ഫാക്ടറാണ്. കൂടുതൽ സമയവും അവർ കോംപ്ലിമെന്റ് ആണെങ്കിൽ അത്ര നല്ല, പക്ഷെ നമ്മളൊരു സിങ്ക് അല്ലെങ്കിൽ പ്രശ്നമാണ്. വർക്ക്ഔട്ട് ചെയ്യും, പക്ഷെ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ വൈസ്, ടെക്നോളജി വൈസ് ഒരുപാട് ഫോർവേഡ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇപ്പം ഒരു ഫിലിം ഇറങ്ങുവാണെങ്കിൽ ഒരു പാട്ട് വൈറൽ ആവണം എന്നൊരു മസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നല്ലല്ലേ ചേച്ചി? അതിന്റെ ഒരു അതിന്റെ പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനതാ കമ്പ്യൂട്ടർ മുമ്പിൽ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ആ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകും. ഇത് ഹിറ്റ് ആവണം, ബ്ലോക്ക് ബസ്റ്റർ ആവണം, ഇതിനകത്ത് വൈറൽ കണ്ടന്റ് വേണമെന്നൊന്നും. ഇപ്പൊ മിന്നലുള്ള ഫോർ എക്സാമ്പിൾ, ഞാനൊരു മാക്സിമം 5-10 മിനിറ്റിൽ ചെയ്ത ഒരു ഒറ്റ അടിക്ക് പല്ലവിയും അനുപല്ലയും കൂടെ കമ്പോസ് ചെയ്തതാണ്. അത് എന്നിട്ട് അതിന്റെ മാജിക് വന്ന് ഡയറക്ടർ അത് ഇഷ്ടപ്പെട്ടു, കൈതപ്പൻ സാർ വന്നു, നമ്പൂതിരി വന്നു, അത് എഴുതി, അവിടെ ഒരു മാജിക് നടന്നു, മിന്നലുള്ള എന്നുള്ള ലൈൻ വന്നു. സോ അത് നമുക്ക് ഒരിക്കലും നോബഡി ക്യാൻ കൺട്രോൾ. ആക്ച്വലി അത് ശരിക്കും പിന്നെ ലിറിക്സ് വരുന്നത്. പിന്നെ അത് ശരി, അത് മ്യൂസിക് കേട്ടതിന് ശേഷമാണ് അദ്ദേഹം എഴുതിയത്. പിന്നെ അദ്ദേഹം വന്നു ഇരുന്ന് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് എഴുതി ഒരു ഹാഫ് ഡേയോളം ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്ന തിരിച്ചാ, ഒരു നമ്മള് ലൈൻ കിട്ടിയിട്ട് പിന്നെ അതിനാ മ്യൂസിക് ചെയ്യുന്നതെന്നാ. വിച്ച് യു ഫീൽ മോസ്റ്റ് കംഫർട്ട്? ഏതാ, ലൈൻ കിട്ടിയിട്ട് ചെയ്യുന്നതാണോ അത് ബിഫോർ ദാറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ്. എനിക്ക് രണ്ടും കംഫർട്ടബിൾ ആണ്, ബട്ട് ഐ പ്രിഫർ മ്യൂസിക് വന്നിട്ട് ലൈൻ വരുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ചേച്ചി. ഞാൻ ഇപ്പൊ എന്റെ ട്യൂൺ മാത്രം ഇതിൽ ഞാൻ മാറ്റിയിട്ടില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. ഞാൻ ലൈൻ എഴുതാൻ പറയും, ആ ലൈൻ എഴുതി അദ്ദേഹം വേറൊരു ലീഗിലൂടെ പോകണമെങ്കിൽ ഐ വിൽ ട്വീക്ക് ദ ട്യൂൺ. പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ? ചിലപ്പം എന്റെ ഒരു വൺ ഓഫ് ദ സോങ്സ് ആയിട്ട് പൊറിഞ്ചു മറിയം ജോസിൽ ഒരു പാട്ടുണ്ട്, അതിന് നീലമാലാഖ, അത് ഹരിനാരായണൻ എനിക്ക് ലൈൻ എഴുതി തന്നിട്ട് ഞാൻ ഒരു ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പിന്നെ എഴുതി. അങ്ങനെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടായ ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഏത് ഏറ്റവും എളുപ്പം? എനിക്ക് സ്കോറിംഗ് എളുപ്പം എന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷണൽ വർക്ക് അയച്ചു. സ്കോർ ചെയ്യാന്ന് പറയുന്നത് കുറെ നാളത്തെ വർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പടത്തിനെ അങ്ങ് കൊണ്ടുപോകുന്ന രീതി ഇറ്റ് കംസ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. പാട്ട് ചെയ്യുന്ന അതിന് കുറച്ചുകൂടെ എഫേർട്ട് പാട്ട് ചെയ്യാനാണ്. ഒരു പാട്ട് ഹിറ്റായിട്ട് വരണം, അതിൻ്റെ ഓരോ ലെയേഴ്സും അതിൻ്റെ അറേഞ്ച്മെന്റ്സും അതിൻ്റെ ലിറിക്സ് കറക്റ്റാണ്, സിംഗേഴ്സിന് ബിഗർ എഫേർട്ട് ആൻഡ് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ്ങും കുറച്ചും കൂടെ ഒരു ഇത് പാട്ട് ചെയ്യാനാണ്. പക്ഷെ ഒരു പാട്ട് നന്നായിട്ട് വരുന്നതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബീറ്റ് എവറി സ്കോർ. കാരണം എനിക്ക് സ്കോർ ഇപ്പം ഞാൻ കൂടുതൽ അങ്ങനെ ചിന്തിക്കാറില്ല. സീൻ വന്ന് ടപ്പട ചെയ്തു പോകും.